അസാധാരണമായ പ്രതിസന്ധികളാണ് മമതാ ബാനർജി നേരിടുന്നത്. ഒരേ സമയം തെരഞ്ഞെടുപ്പ് തോൽവിയും അതിന് പിന്നാലെ BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സർക്കാരിനുമെതിരെ നടക്കുന്ന നിയമപരമായും രാഷ്ട്രീയപരമായുള്ള പോരിന് തയ്യാറെടുക്കുന്നു മമത. ഇതിനിടയിലാണ് സ്വന്തം ക്യാമ്പിൽ തന്നെ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുന്നത്. രണ്ട് പ്രതിസന്ധികളാണ് ഇക്കാര്യത്തിൽ മമതയ്ക്കെതിരെ ഇപ്പോൾ ഈ നീക്കങ്ങൾക്ക് കാരണമാവുന്നത്. ഒന്ന്, നേരത്തെ തന്നെ മമതാ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ചില അസ്വാരസ്യങ്ങൾ അത് തെരഞ്ഞെടുപ്പ് തോൽവിയോടെ പുതിയ തലത്തിലേക്ക് എത്തുന്നു, പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നു എന്നതാണ് സാഹചര്യം. റിജു ദത്ത അടക്കമുള്ളവരുടെ ഈ നീക്കം അത് തന്നെയാണ്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ BJP അല്ലെങ്കിൽ BJPക്കെതിരെ എടുത്ത നിലപാടുകൾക്ക് പിന്നിൽ ഏറെക്കുറെ ക്ഷമ പറയുന്ന നിലപാടെടുത്തുകൊണ്ടാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. പാർട്ടി വക്താവ് കൂടിയായ റിജു ദത്ത ഇതിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിലും സമാനമായ നിലപാടുകൾ എടുക്കാൻ തങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന കാര്യം കൂടിയാണ് ഇവർ പറയുന്നത്. മറ്റൊന്ന്, അഭിഷേക് ബാനർജിയെ മമതാ ബാനർജി അനാവശ്യമായി പ്രൊമോട്ട് ചെയ്യുന്നു എന്ന ആക്ഷേപം. പാർട്ടിയിലെ പല സീനിയർ നേതാക്കൾക്കും പാർട്ടി മമതാ ബാനർജിയുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ മമതാ ബാനർജി പുലർത്തുന്ന നിലപാട് ഇതാണിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ഒരു തുറന്ന ഏറ്റുമുട്ടലിലേക്ക് വരുന്നതിൻ്റെ കാരണം. അതുകൊണ്ട് തന്നെ ഇതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. മമതാ ബാനർജി എന്തായാലും ഈ പാർട്ടിയിലെ ഈ നീക്കങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനെതിരായ സമരങ്ങൾക്ക് പാർട്ടിയെ സംഘടിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനിടയിൽ കൂടിയാണ് ഈ തരത്തിലുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധി അവർക്കുണ്ടാകുന്നതെന്നാണ് സാഹചര്യം. മറ്റൊരു കാര്യം കൂടിയുള്ളത്, BJPയെ സംബന്ധിച്ച് പശ്ചിമബംഗാളിലേക്കുള്ള കടന്നുകയറ്റം അത് അവർ എല്ലാ തരത്തിലും പുതിയ സാധ്യതയായി മാറ്റുക കൂടിയാണ്. പ്രത്യേകിച്ച് മമതാ ബാനർജിയുമായി ഒപ്പം നിൽക്കുന്ന പലരെയും അടർത്തിയെടുക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടക്കുന്നുണ്ട്. കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്ന പ്രവർത്തകരെ അടക്കം BJPയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അത് BJP ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, പശ്ചിമബംഗാളിൽ പലപ്പോഴും അവിടെ ഭരണം മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കൂട്ടത്തോടെ ആളുകൾ മാറുന്ന പതിവാണ്. CPMലും മറ്റും നമ്മൾ കണ്ടതാണ്. CPMലും മറ്റും ഉണ്ടായ നഷ്ടം നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായ ഒരു സാഹചര്യം തൃണമൂൽ കോൺഗ്രസ് നേരിടുകയാണ്. രണ്ട് തരത്തിലുള്ള വെല്ലുവിളി മമതാ ബാനർജി നേരിടുന്നു. ഒന്ന്, സംഘടനാപരമായി അവർക്ക് ഉണ്ടാകുന്ന നഷ്ടം തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന്. രണ്ട്, സ്വന്തം ചേരിയിൽ തന്നെ ഉണ്ടാകുന്ന നീക്കങ്ങൾ. ഇതുവരെ മമതാ ബാനർജിക്ക് എതിർ ശബ്ദം ഉണ്ടായിരുന്നില്ല. പക്ഷേ അഭിഷേക് ബാനർജിയുമായി ബന്ധപ്പെട്ടും പാർട്ടിയിലെ മറ്റ് സംഘടനാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമായി ഉണ്ടാകുന്ന പ്രതിസന്ധികളെ എങ്ങനെ ഇനി മമതാ ബാനർജി തരണം ചെയ്യുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം.